ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. ഇത് തുറക്കുമ്പോൾ ഒരു ഫ്ലവറും അടയ്ക്കുമ്പോൾ ഒരു ഹാർട്ട് ഷേപ്പുമാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പേപ്പർ എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ മടക്കി കൊടുക്കാം. നമ്മളത് മടക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് തുറക്കാം. അപ്പോൾ നമുക്കൊരു ഇൻറ്റു കിട്ടും ഉള്ളിൽ. വരട്ടെ. ഇനി ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതിൽ കുറേ മടക്കലുണ്ട്, അതുകൊണ്ട് മടക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം മടക്കാൻ. കഴിഞ്ഞ് അത് തുറന്ന് നമുക്ക് ഇൻറ്റു ഒരു നടുക്കിലൊരു ലൈൻ വരും. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അത് തുറക്കുക. അപ്പോൾ നമുക്ക് ഇൻറ്റു ലൈൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് കിട്ടുക. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് സൈഡും നമുക്ക് ഉള്ളിലോട്ട് വെക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതെടുത്ത് ഇങ്ങനെ ഒന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അത് കഴിഞ്ഞ് ഈ സൈഡോട്ട് ഉള്ളിലേക്ക് വയ്ക്കാം. നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ സൈഡോട്ട് നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കണം. നമ്മളങ്ങനെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതും ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. നമ്മളൊരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു സർക്കിൾ ഒരു യെല്ലോ പേപ്പറിൽ വരച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സർക്കിൾ നമുക്ക് ഈ ഒരു പേപ്പർ തുറന്ന് നമുക്ക് ഇതിൻ്റെ നടുക്കിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. നമ്മൾ ഒട്ടിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയതിന് ശേഷം നടുക്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്മൈലിയാണ് വരച്ചേക്കുന്നത്. നമുക്ക് പൂ പോലത്തെ ഒരു ഇത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് നമുക്ക് വരച്ചെടുക്കാം. നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനി നമുക്ക് ഇതൊന്നും മടക്കി കൊടുക്കണം. അതിനാവശ്യമായിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് ഇത് കയറ്റി വെക്കണം. മടക്കുക, ഉള്ളിലേക്ക് കയറ്റുക. ഒരു സൈഡ് ഉള്ളിലേക്ക് കയറ്റി നമുക്ക് അടുത്ത സൈഡും കൂടി ഉള്ളിലേക്ക് കയറ്റാം. ഈ ഒരു സൈഡ് ഉള്ളിലേക്ക് കയറ്റി നമുക്ക് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമുക്കൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കാം. ഇപ്പോൾ ഞാനൊരു ബ്ലാക്ക് സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് ഐസ്ക്രീമിൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ വൈറ്റ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പല കളേഴ്സിലുള്ളത് യൂസ് ചെയ്യാം. സ്റ്റമ്പ് പോലെ ഗ്രീൻ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പശ എടുത്തിട്ട് വീണ്ടും ഈ ഐസ്ക്രീം സ്റ്റിക്കുമേക്ക് തേച്ച് കൊടുക്കാം.
നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം സ്റ്റിക്കായതുകൊണ്ട് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് നമുക്ക് ഒട്ടിക്കാം. കറക്റ്റ് മെറ്റീരിയലായിട്ട് നോക്കി ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് തുറക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ കിട്ടും, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറൊരു പുതിയ വീഡിയോ ആയി വരുന്നേക്ക് മുമ്പ് ബൈ ബൈ.